നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ നിത്യതിയിൽ ഭാരത നടനത്തിൻ്റെ എല്ലാ ഷൂട്ടിനും വേണ്ടിയിട്ട് പ്രകൃതി കൊണ്ടൊരു ചെറിയ സ്റ്റുഡിയോ അത് നമ്മളിങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ ഒരുപാട് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏത് സ്ഥലമാണ്, എന്തോ ആണ് ടീച്ചറെ എന്നുള്ള. എൻ്റെ വീടിൻ്റെ മുൻവശത്തായിട്ടുള്ള ഒരു ചെറിയ പോർഷനിൽ നമ്മളിങ്ങനെ വെള്ളയും കറുപ്പുമായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് ഞാൻ അവർക്കൊക്കെ നമ്മുടേതായൊരു പേരിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ ഇത് തുളസി മോളാണ് അല്ലേ. പിന്നെ ഇയാളുടെ പേരാണ് മിന്ന മോൾ. ഇവളെ കത്തിച്ചിട്ടാണ് എപ്പോഴും ഡാൻസും ഷൂട്ടും ഒക്കെ ചെയ്യുന്നത്. ഇതൊരു മൺവിളക്കാണ്. ചേച്ചി, പ്രധാനമായും ഇവിടുത്തെ ചെടികൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ നോർമലി ചുറ്റുപാടുള്ള എല്ലാ ചെടികൾക്കും അതിൻ്റെതായ പേരുണ്ടല്ലോ. ഇപ്പോൾ മാവിന് മാവ്, മീൻസ് മുല്ലയ്ക്ക്. പക്ഷെ ഇവിടുത്തെ ചെടികൾക്ക് നമ്മൾ കുട്ടികൾക്ക് പേരിടുന്ന മാതിരി ഇവിടുത്തെ ചെടികൾക്ക് ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തറിയാവുന്ന ഒരു പ്രത്യേക സ്നേഹം തോന്നും. നമ്മുടെ സ്വന്തം ആയ പോലൊരു ഫീല്. ഇങ്ങനത്തെ ഷെൽസ് വെച്ചുള്ള ശംഖുമാല ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവളുടെ പേര് വള്ളിമോൾ എന്നാണ് കേട്ടോ. നമ്മൾ ഇട്ടേക്കുന്ന പേരാണ്. ഇങ്ങനെ ചെടീന്ന് കംപ്ലീറ്റ് ആയിട്ട് നല്ല നീളത്തിന് ഫുള്ളായിട്ട് കിടക്കുന്ന വള്ളിയ. ഇവിടെ കംപ്ലീറ്റും ചെടിച്ചട്ടിയിൽ ഫുൾ ഇതിങ്ങനെ നീട്ടി നീട്ടി വളർത്താനായിട്ട് ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട്. ഇവിടെ അരളിയുണ്ട്, 3 ചെമ്പരത്തിയുണ്ട്, പിന്നെ ഏതാണ്ട് ഒരു 3-4 കളേഴ്സിൽ ബൊഗൈൻ വില്ലയുണ്ട്. പിന്നെ 2-3 എണ്ണം പടർന്ന് കയറുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ കോവയ്ക്ക പടർത്തിയിട്ടുണ്ട്. അതിലിഷ്ടം പോലെ കോവയ്ക്ക വരുന്നത് നമ്മുടെ നിത്യതി കുട്ടികളെല്ലാം കൂടെ പിച്ചി പിച്ചി തിന്ന് എനിക്ക് കറി വെക്കാൻ അധികം കിട്ടത്തില്ല. പീനട്ട് ബട്ടറിൻ്റെ ചെടി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആദ്യമായിട്ട് ആശാട്ടിക്ക് വരുവാണ്. ഒരു നാരങ്ങയുടെ തൈ വെച്ചിട്ടുണ്ട്. 2 ചെറിയ ചെടികൾ. ഇത് ഓക്സിജന്റെ, ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്, പക്ഷെ നമ്മളിവിടെ ഔട്ട്ഡോറിൽ വെച്ചേക്കാണ്. മീനാക്ഷി കുട്ടി എൻ്റെ ബർത്ത്ഡേക്ക് കൊണ്ടുവന്നതാണ്. അവൾക്ക് ഞാൻ വെള്ളാപ്പയെന്ന് പേരിട്ടായിരുന്നു. പാഷൻ ഫ്രൂട്ട് 2 മൂട് നട്ടിട്ടുണ്ട്. ഇതിനെ ഇനി ഇങ്ങോട്ടേക്കൊരു പന്തലിടാൻ പോവാണ് പുറത്തോട്ട്. വള്ളിച്ചീരയുടെ കായുണ്ട് കേട്ടോ, ഞാൻ അത് കാണിച്ചു തരാം. ഇതാണ് കാ. ഭയങ്കര നല്ല കളറാണ്. കാളിയായിട്ടൊക്കെ കയറുമ്പോഴത്തേക്കും നാക്ക് ചോപ്പിക്കാൻ നമ്മൾ ഈ കായാണ് യൂസ് ചെയ്യുന്നത്. വലിയ മോളായിരുന്നു, കുറച്ച് ഉണങ്ങിപ്പോയി. ഇപ്പൊ അടുത്ത അവളുടെ ഒരു ശിഖരത്തിൽ നിന്ന് ഇത്രയായി വന്നു. കാറ്റ്സ് ക്ലോ നട്ട് വളർത്തി നല്ല മിടുക്കിയായിട്ട് നിറച്ചങ്ങ് പടർന്നു വരുവാണ്. നിറച്ച് മഞ്ഞ പൂക്കളാണ് കേട്ടോ ഇതിൽ. ഇവിടെ മുഴുവൻ പേൾപ്പുല്ലൊക്കെ വെച്ചായിരുന്നു. പിന്നെ പേൾപ്പുല്ല് വളർന്ന് കാട് കണക്കായി. അതായത് വേപ്പാണ്. അവളുടെ പേര് മാലിനി എന്നാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കറിവേപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നെല്ലി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയുടെ ഒരു കൊച്ചു കാടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മളിപ്പോൾ ഒരു കാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കായിരിക്കും വ്യത്യസ്ത മരങ്ങളും ചെടികളുമായിട്ട് നിൽക്കുന്ന കാണുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ നിറച്ച് വ്യത്യസ്തതയാവും. ഒരുപാടുണ്ട്. അപ്പം നിറച്ച് വ്യത്യസ്തതയാണ്. അപ്പം നല്ല മനസ്സിന് നല്ല സന്തോഷമാണ്. പല പല സൗന്ദര്യം മിക്സ് ആയി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ശംഖുമാല ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട്. ഇത് ബുദ്ധ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആട്ടോ. ഒരു ഉള്ളിൽ നമ്മളൊരു സ്റ്റുഡിയോ ആയിട്ട് ഒരു ബിൽഡിങ്ങിനുള്ളിൽ ചെയ്താൽ അതിനെക്കാട്ടിലും എന്തോ നമ്മളിങ്ങനെ ഓപ്പൺ സ്പേസിൽ ചെയ്യുമ്പം വല്ലാത്തൊരു ആനന്ദമാണ് ശരിക്കും. നല്ലൊരു എനർജി. ഈ പ്രകൃതിയുടെ തന്നെ കാറ്റും പച്ചപ്പ്, അതുപോലെ നമ്മുടെ പല പല കളറിലുള്ള പൂക്കള്, നമ്മുടെ കണ്ണിൽ നിറയെ ഇങ്ങനെ പല വർണ്ണങ്ങൾ വരും. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോന്റെ ഉള്ളിൽ എത്ര ഇനി ഇതായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് എത്ര നന്നായിട്ട് ചെയ്താലും ഈ ഒരു ആനന്ദം അവിടെ കിട്ടില്ല. ഞാനിവിടെ ആദ്യം കാണുമ്പോൾ ഇത് വെറും തരിച്ചു ഭൂമിയായിരുന്നു. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് മണ്ണിട്ട് നികത്തിയ ആ ഒരു ഭൂമിയിൽ ഈ ചെടികളെല്ലാം ഇങ്ങനെ വെച്ച് അതിൻ്റെ ആ ഒരു തളിർപ്പിൽ നിന്ന് ഈ അറ്റം വരെ എത്തിയത് വളരെ സന്തോഷത്തിനുപരി വലിയൊരു അത്ഭുതവും സമാധാനവും വേറൊരു തരം സന്തോഷമാണത് ഉറപ്പായി. ഇനി ഏറ്റവും വലിയൊരു ആഗ്രഹം ഇവരെ ഇതിൽ നിന്നും വലുതായിട്ട് ഒരു വലിയ കാട് പോലെ ആയിട്ട് എനിക്ക് നമ്മുടെ ഈ തറയുണ്ടല്ലോ അത് വേറൊരു രീതിയിൽ നല്ല ഇഷ്ടമാണ്. അതായത് ഈ ബ്ലാക്കും വൈറ്റും വരുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആ ഒരു എനർജി എന്തോ നമ്മൾ ഒരുമിച്ച് വളർത്താൻ തുടങ്ങിയതാ. ചേച്ചിക്കൊരു തൈ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ച് ചേച്ചിക്കൊരു തൈ എനിക്കൊരു തൈ. ഇത് ഇത്രയും വലുത് എൻ്റെ അവിടെ ഇങ്ങനെ മുട്ടിട്ട് വരുന്നത്. അതെ, ഞാൻ പ്രയത്നത്തിലാണ്. പൂക്ക് തലി വെക്കുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമായിരുന്നു.
അല്ലെങ്കിൽ വേറെ വേറെ ആ പൂവൊക്കെ തലയിൽ വെക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇപ്പം ഇവരൊക്കെ ചെടിയിലിരിക്കുന്ന കാണുമ്പോഴാണ് ഒരു സന്തോഷം. നമ്മൾ ഇവിടെ നിന്ന് ഡാൻസ് ഒക്കെ ഒരുപാട് ചെയ്ത് ഇവരോട് ഒരുപാട് കൂട്ടാവുന്ന പോലെ തോന്നുന്നു, ഇങ്ങനെ ഒരു കണക്ഷൻ വരുന്ന പോലെ തോന്നുന്നു. അതല്ലേ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ കണക്ഷൻ. പ്രകൃതിയിലെ എല്ലാ ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതിനും എല്ലാം അല്ലേ അത്രയും നമ്മൾ സ്നേഹിക്കാനും പരിപാലിക്കാനുമാണ് പഠിപ്പിച്ചു വരുന്നത്. നമ്മുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് പടുത്തുയർത്തുന്ന ഒരു കൊച്ചു കാട് പോലത്തെ ഭാഗമാണിത്. ഇവിടെ ഇനി ഒരു 6-7 മാസം കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് നമ്മുടെ ഒരു ലക്ഷ്യം കണക്ക് നല്ല സുന്ദരമായി വരും. എന്നിട്ട് അതെല്ലാം പൂർത്തീകരിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു വീഡിയോയും ഉറപ്പായിട്ടും കാണിക്കും.